أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يسألونك عن الخمر والميسر قل فيهما إثم كبير ومنافع للناس وإثمهما أكبر من نفعهما ويسألونك ماذا ينفقون قل العفو كذلك يبين الله لكم الآيات لعلكم تتفكرون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സൂറ ബഖറയിലെ 220-ാമത്തെ വചനമാണ് നിങ്ങളിപ്പോൾ കേട്ടത്. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാകുന്നു: അവർ നിന്നോട് മദ്യത്തെയും ചൂതിനെയും സംബന്ധിച്ച് ചോദിക്കുന്നു. പറയുക, അവ രണ്ടിലും വലിയ ദോഷവും ജനങ്ങൾക്ക് ചില ഗുണങ്ങളുമുണ്ട്. എങ്കിലും അവയുടെ ദോഷം അവയുടെ ഗുണത്തേക്കാൾ വളരെ വലുതാണ്. താങ്കൾ എന്താണ് ചെലവഴിക്കേണ്ടതെന്നും അവർ നിന്നോട് ചോദിക്കുന്നു. പറയുക, പ്രയാസം കൂടാതെ ചെലവഴിക്കാൻ കഴിയുന്നത്ര. ഇപ്രകാരം അള്ളാഹുവിൻ്റെ കൽപ്പനകൾ നിങ്ങൾക്ക് വിവരിച്ചു തരുന്നു. ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ വീണ്ടും പറയുന്നു: ഇസ്ലാം മാത്രമാണ് ഈ രംഗത്ത് വലിയ വിജയം കൈവരിച്ചത്. അതുകൊണ്ട് മദ്യത്തെക്കുറിച്ചുള്ള ഇസ്ലാമിക അധ്യാപനങ്ങളുടെ യാഥാർത്ഥ്യം വെളിപ്പെടുന്നതിനായി ആദ്യം മറ്റു മതങ്ങൾ മദ്യത്തെക്കുറിച്ച് നൽകിയ നിർദ്ദേശങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഇതിലെല്ലാറ്റിനും മുൻപ് ഏറ്റവും പുരാതനമായ മതമെന്ന് അവകാശപ്പെടുന്ന വൈദിക മതം അഥവാ ഹൈന്ദവ മതത്തിൻ്റെ അധ്യാപനങ്ങൾ നോക്കാം. ഹൈന്ദവ മതത്തിൽ മദ്യത്തെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ അധികം അന്വേഷിക്കേണ്ടതില്ല. ആ മതത്തിൻ്റെ അടിസ്ഥാനം വേദങ്ങളാണ്. വേദങ്ങളിൽ തന്നെ ഈ വിഷയത്തെക്കുറിച്ച് ധാരാളം വെളിച്ചം വീശുന്നുണ്ട്. പ്രത്യേകിച്ച് വേദങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഋഗ്വേദത്തിൽ ഒരു ലഘു നോട്ടം ഓടിച്ചാൽ തന്നെ മനസ്സിലാകുന്നത് മദ്യം അവിടെ വെറും അനുവദനീയമാണ് എന്ന് മാത്രമല്ല, ചില പ്രത്യേക അവസരങ്ങളിൽ അതിൻ്റെ ഉപയോഗം അത്യാവശ്യവും പുണ്യകരവുമായാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. ഇന്ത്യയിലെ ഋഷിമാർ അതിനെ വളരെ പരിശുദ്ധവും പവിത്രവുമായി ഒന്നായിട്ടാണ് കണ്ടിരുന്നത്. വേദങ്ങളിലെ മന്ത്രങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി നമ്മുടെ കണ്ണുകൾക്ക് മുന്നിൽ ഈ ഗൗരവമേറിയ ചിത്രം വരച്ചു കാട്ടുന്നുണ്ട്. അതായത്, പുരാതന ഇന്ത്യയിലെ ആരാധകർ തങ്ങളുടെ പരമാത്മാവിൻ്റെ ശ്രദ്ധ ആകർഷിക്കുന്നതിനായി മദ്യം സമർപ്പിച്ചിരുന്നു. നാം സൂക്ഷ്മമായി പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പുരാതന ഇന്ത്യയിലെ പൂജാരിമാരുടെ ആരാധനകളിൽ മറ്റ് വസ്തുക്കളേക്കാൾ മദ്യത്തിന് വലിയ പങ്കുണ്ടായിരുന്നു എന്നാണ്. അവർ സോമരസം സ്വയം കുടിക്കുക മാത്രമല്ല, ആരാധനയിലെ പല വസ്തുക്കളെയും അതുകൊണ്ട് കഴുകി ശുദ്ധീകരിക്കുകയും ചെയ്തിരുന്നു. കൂടാതെ ഇന്ദ്രൻ, മറ്റ് ദേവന്മാർ എന്നിവരുടെ ശ്രദ്ധ ആകർഷിക്കുന്നതിനായി അവരുടെ മുന്നിലും ഇത് സമർപ്പിച്ചിരുന്നു. ഇതുപോലെ തന്നെ അഥർവവേദത്തിൽ അശ്വിനി കുമാരന്മാർ എന്ന ദേവന്മാരുടെ ആരാധനാ സമയത്ത് ചൊല്ലേണ്ട മന്ത്രങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത് പുരാതന കാലത്തെ പൂജാരിമാർ ഈ വസ്തുവിനെ എത്രമാത്രം അനുഗ്രഹീതമായി കരുതിയിരുന്നു എന്നാണ്. അവർ മദ്യം സ്വയം ഉപയോഗിക്കുക മാത്രമല്ല, തങ്ങളുടെ ദേവന്മാരോടും അത് ഉപയോഗിക്കാൻ അഭ്യർത്ഥിച്ചിരുന്നു. അതനുസരിച്ച് 9-ാം അധ്യായത്തിലെ 16-ാം മന്ത്രത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ഹേ അശ്വിനി കുമാരന്മാരെ, മലകളിലും കാടുകളിലും കാട്ടു ഔഷധച്ചെടികളിലും അടങ്ങിയിരിക്കുന്ന മധു, അതായത് മദ്യം ഏതാണോ അത് ഈ സമയത്ത് യജ്ഞവേളയിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്നതാണ്. അത് എനിക്കും നിങ്ങൾക്കുമായിട്ടുള്ളതാകുന്നു. ഈ കാലഘട്ടത്തിൽ ആര്യസമാജത്തിലെ ചില വ്യാഖ്യാതാക്കൾ സോമരസം എന്നതിനെയും അതുപോലെയുള്ള മറ്റു വാക്കുകളെയും വിശദീകരിക്കുമ്പോൾ വേദങ്ങളിൽ മദ്യത്തെക്കുറിച്ച് യാതൊരു പരാമർശവുമില്ലെന്നും മറിച്ച് അത് ഗുലോ തുടങ്ങിയവയുടെ നീരാണെന്നും സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ ഹിന്ദു ജനതയുടെ മൊത്തത്തിലുള്ള
പ്രവർത്തന രീതിയിൽ പരിശോധിക്കുകയും അതോടൊപ്പം തന്നെ മദ്യത്തിന് കടുത്ത അടിമകളായ മറ്റേതെങ്കിലും ജനവിഭാഗവുമായി ഹിന്ദുക്കൾ ദീർഘകാലം പൂർണ്ണമായ രീതിയിൽ ഇടപഴകിയിട്ടില്ല എന്ന വസ്തുത മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ, അതായത് ഈ ശീലങ്ങൾ അവർ മറ്റുള്ളവരിൽ നിന്ന് കടം കൊണ്ടതാണെന്ന ചിന്ത ഇല്ലാതാകുമ്പോൾ, അവരുടെ ആ വ്യാഖ്യാനങ്ങൾ ഉൾക്കൊള്ളുന്നതിൽ വലിയ സംശയം തോന്നുന്നു. എന്നാൽ നമ്മൾ അഥർവവേദത്തിലെ വാക്കുകൾ നോക്കുകയാണെങ്കിൽ ഈ വ്യാഖ്യാനങ്ങൾ സ്വീകരിക്കുക എന്നത് നമുക്ക് തികച്ചും അസാധ്യമായി മാറുന്നു. കാരണം ഇതിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നത് കാണാം: ഈ സോമരസം തികച്ചും സ്വാദിഷ്ടവും മനോഹരവുമായ രുചിയുള്ളതുമാണ്. ഇത് കുറച്ച് മധുരമുള്ളതും അതേസമയം കുറച്ച് പുളിയും എരിവുമുള്ളതാണ്. സോമരസം കുടിക്കുന്നവനായ ഇന്ദ്രദേവന് മുന്നിൽ ഒരു ശത്രുവിനും നിലനിൽക്കാൻ കഴിയില്ല. ഈ തെളിവുകളിൽ നിന്ന് വ്യക്തമാകുന്നത് ഹൈന്ദവ മതം മദ്യത്തിൻ്റെ ഉപയോഗം പൂർണ്ണമായ രീതിയിൽ അനുവദിക്കുന്നുണ്ടെന്നും ചില ആരാധനാ കർമ്മങ്ങളിൽ ഇതിൻ്റെ ഉപയോഗം നിർബന്ധമാക്കിയിട്ടുണ്ടെന്നുമാണ്. ഹിന്ദുക്കളുടെ നാഗരികതയും ഈ നിഗമനത്തെ ശരിവെക്കുന്നുണ്ട്. അവരുടെ ചരിത്രവും ഇതിൻ്റെ കൃത്യതയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നു. മറ്റൊരു പുരാതന മതം ഇറാനികളുടെ മതമാണ്. ഇറാനിയൻ ജനതയ്ക്ക് തുടർച്ചയായതും നീണ്ടതുമായ ഒരു ചരിത്രമുണ്ട്. മറിച്ച് അവരുടെ നാഗരികത വൈദിക നാഗരികതയേക്കാൾ പഴക്കമുള്ളതാണെന്ന് പുതിയ ഗവേഷണങ്ങളിൽ നിന്ന് വ്യക്തമാക്കുമ്പോൾ അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ഈ ജനതയുടെ പുരാതനവും നവീനവുമായ മതങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൽ മദ്യം അനുവദനീയമായിരുന്നു എന്നാണ്. സ്വരാഷ്ട്രീയൻ മതത്തെക്കുറിച്ച് അറിവുള്ളവർക്ക് അറിയാം, സ്വരാഷ്ട്രർ ഒരു പുതിയ മതത്തിൻ്റെ സ്ഥാപകനായിരുന്നില്ല. മറിച്ച് കാലക്രമേണ വളരെയധികം തകർച്ച നേരിട്ട പുരാതന ഇറാനിയൻ മതത്തെ അദ്ദേഹം വീണ്ടും ജീവിപ്പിക്കുകയാണ് ചെയ്തത്. അതിനാൽ ഇറാനിയൻ മതത്തിൽ മദ്യത്തെക്കുറിച്ചുള്ള വിധി എന്താണെന്ന് അറിയാൻ സ്വരാഷ്ട്രരുടെ ആഗമനത്തിന് മുൻപും ശേഷവുമുള്ള 2 കാലഘട്ടങ്ങളും പരിശോധിക്കേണ്ടതുണ്ട്. ചരിത്രത്തിൽ നിന്ന് വ്യക്തമാകുന്നത് ഇറാനിയൻ ജനത മദ്യം ധാരാളമായി ഉപയോഗിച്ചിരുന്നു എന്നാണ്. എന്നാൽ മതപരമായി അവർ അതിനെ എങ്ങനെയാണ് കണ്ടിരുന്നത് എന്നതിൻ്റെ സൂചനകൾ നമുക്ക് സ്വരാഷ്ട്രീയൻ ഗ്രന്ഥങ്ങളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അതായത് പഹ്ലവി ഗ്രന്ഥങ്ങളിൽ സ്വരാഷ്ട്രരുടെ ജനത്തെക്കുറിച്ച് വിവരിക്കുമ്പോൾ എഴുതിയിരിക്കുന്നത് ഒരു മാലാഖ അദ്ദേഹത്തിൻ്റെ പിതാവായ പോരുഷസ്പാന് ഒരു ഗ്ലാസ് മദ്യം നൽകി എന്നാണ്. അത് കുടിച്ചതിന് തൊട്ടു പിന്നാലെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ദുഗ്ധോവ ഗർഭിണിയാവുകയും കിഴക്കിൻ്റെ ചരിത്രത്തിൽ ഒരു പുതിയ വിപ്ലവം സൃഷ്ടിക്കേണ്ടിയിരുന്ന ആൺകുട്ടിക്ക് ജന്മം നൽകുകയും ചെയ്തു. ഒരു വിശുദ്ധ മനുഷ്യൻ്റെ ജനനത്തിനായി ഒരു മാലാഖ അദ്ദേഹത്തിൻ്റെ പിതാവിന് ഒരു ഗ്ലാസ് മദ്യം കുടിക്കാൻ നൽകി എന്നത് സ്വരാഷ്ട്രരുടെ കാലത്തിന് മുൻപ് തന്നെ മദ്യത്തിൻ്റെ ഉപയോഗം അനുവദനീയം മാത്രമല്ല, മറിച്ച് പ്രശംസനീയവുമായിരുന്നു എന്ന് വ്യക്തമാക്കുന്നു. സ്വരാഷ്ട്രർ ഇറാനിയൻ മതത്തിൽ വരുത്തിയ പരിഷ്കാരങ്ങൾ അനുസരിച്ചും മദ്യത്തിൻ്റെ ഉപയോഗം ഒരു നല്ല കാര്യമായിട്ടാണ് കണക്കാക്കപ്പെട്ടത്. അതനുസരിച്ച് സ്വരാഷ്ട്രീയൻ മതത്തിലെ പുരോഹിതന്മാർ പ്രത്യേക അവസരങ്ങളിൽ ചൊല്ലുന്ന അഫ്രിനാഗാൻ പ്രാർത്ഥനകളിൽ ചെയ്യുന്ന ചടങ്ങുകളിൽ മദ്യത്തിനും പങ്കുണ്ട്. ഈ പ്രാർത്ഥനകൾ ചൊല്ലുന്ന സമയത്തെ രീതി എന്തെന്നാൽ തറയിൽ വിരിച്ച ഒരു പരവതാനിയിൽ ഇരിക്കുകയും അവൻ്റെ മുന്നിൽ ലോഹത്തിൻ്റെ താലത്തിലോ അല്ലെങ്കിൽ ആ കാലത്തെ ഉത്തമമായ ഏതെങ്കിലും ചെടിയുടെ ഇലയിലോ മികച്ച പഴങ്ങളും പൂക്കളും വയ്ക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ പാത്രങ്ങളിൽ പുതിയ പാലും മദ്യവും ശുദ്ധമായ വെള്ളവും ശർബത്തും സൂക്ഷിച്ചിട്ടുണ്ടാകും. ചുരുക്കത്തിൽ ഇറാനിയൻ മതങ്ങൾ പ്രകാരവും മദ്യത്തിൻ്റെ ഉപയോഗം പ്രശംസനീയവും ഉത്തമവുമായ ഒരു പ്രവൃത്തിയായിട്ടാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. ബാക്കി ഇൻഷാ അല്ലാഹ് നാളെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലി. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്.